പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ പറമ്പിൽ ഭയങ്കര കുരങ്ങ് ശല്യവും പന്നി ശല്യവും ഒക്കെയാണ്. അപ്പോൾ അതിന് പ്രതിവിധിയായിട്ട് ഞാനും ഒരു സ്പ്രേ ഗൺ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അത് ഞാൻ യൂട്യൂബിലൊക്കെ പല തരത്തിലും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു രീതിയിൽ ഞാനതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആലോചിക്കുകയാണ്. എത്രമാത്രം ശരിയാകുമെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഫ്ലോപ്പ് ആകാനും സാധ്യതയുണ്ട്. നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഓക്കെ, വീട് പണിത സമയത്ത് ബാക്കി വന്ന പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു റെഡ്യൂസർ എടുക്കുന്നുണ്ട് 50x32 mm. ഇത് 50യുടെ ഒരു പൈപ്പാണ്. ഇത് വന്നിട്ട് 32ൻ്റെ പൈപ്പാണ്. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ്യൂസർ. പിന്നെ ഈ 50യുടെ പൈപ്പിൻ്റെ അറ്റത്ത് നമ്മളൊരു എൻഡ് ക്യാപ്പ് പിടിപ്പിക്കണം. ഇത് 50യുടെ ഒരു എൻഡ് ക്യാപ്പാണ്. പിന്നെ വന്നിട്ട് ഇത് ഒരു ടീ വേണം. അതിനോടനുബന്ധിച്ച് തന്നെ ഈ ടീ എന്ന് പറയുന്നത് 40 mm ആണ്. 40 mm. പിന്നെ ആ 40 mm ഒരു പിടിക്ക് വേണ്ടിയിട്ട് 40 mm തന്നെ ഒരു പൈപ്പിൻ്റെ ഒരു ചെറിയൊരു പീസ്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് പർച്ചേസ് ചെയ്തെന്ന് പറയുന്നത് ഒരു ലൈറ്റർ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പൈപ്പ് ഒട്ടിക്കാൻ വേണ്ടി ഒരു സോൾവെൻറ്റ് സിമെൻറ്റ്, PVC സോൾവെൻറ്റ് സിമെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് എംസീലാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഈ 3 സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് ഇപ്പം വാങ്ങിയതാണ്. ഈ 50 mm പൈപ്പിലേക്ക് നമ്മൾ ഈ റെഡ്യൂസർ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ റെഡ്യൂസർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സോൾവെൻറ്റ് സിമെൻറ്റ് അല്പം എടുത്തിട്ട് ഇതിൽ തൂത്ത് കൊടുക്കണം. നന്നായിട്ട് തൂക്കണം. നമ്മൾ ഒട്ടിക്കുന്ന ഇതിലും പൈപ്പിലും അതുപോലെ തന്നെ നമ്മളുടെ റെഡ്യൂസറിനകത്തേക്കും 50 mm വരുന്ന ആ റെഡ്യൂസറിൻ്റെ ആ തലക്കിലേക്കും ഇത് കയറ്റി നന്നായിട്ട് ഉറപ്പിച്ചു കൊടുക്കണം. ഇതിങ്ങനെ നന്നായിട്ട് ഉറപ്പിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ 32 mm പൈപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നല്ല തല നോക്കിയിട്ട് നമ്മൾ അത് അകത്തേക്ക് കയറ്റി കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം. അപ്പം ഇതിലും ഇച്ചിരി സോൾവെൻറ്റ് സിമെൻറ്റ് നമ്മൾ തൂത്ത് കൊടുക്കണം. അതിൻ്റെ 2 തലയിലും റെഡ്യൂസറിലും പിന്നെ പൈപ്പിൻ്റെ പുറം ഭാഗത്തും നമ്മൾ അത് തൂത്ത് കൊടുക്കണം. ഇങ്ങനെ ഇത് ഒരിക്കലും ഊരിപ്പോകരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ PVC സോൾവെൻറ്റ് സിമെൻറ്റ്, അതായത് ഗമ്മാണ്. ആ ഗമ്മ് നമ്മൾ ഈ പ്ലംബർമാരൊക്കെ പൈപ്പ് ജോയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടല്ലോ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇതിന് ഹാൻഡിൽ ഇടുക എന്നുള്ളതാണ്. ഒരു ചെറിയ ഹാൻഡിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ ടീ എന്ന് പറയുന്നത് 40 mm ടീ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ 40 mm ടീ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇത് മുറുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ടഫ്ലോൺ ടൈപ്പ് ചുറ്റി നമ്മൾ ആ ടീ അകത്ത് കയറ്റി നന്നായിട്ട് PVC സോൾവെൻറ്റ് സിമെൻറ്റ് തേച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിയിലേക്കുള്ള ഈ പൈപ്പും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ അറ്റത്തൊരു ഹോൾ അടിക്കാനുണ്ട്. ഈ ഹോളെന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഈ ലൈറ്റർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റർ ഇങ്ങനെ അകത്തേക്ക് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതും നമ്മൾ നന്നായിട്ട് അടച്ചു കൊടുക്കണം. എൻഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. എൻഡ് ക്യാപ്പിലൊരു ഹോൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഹോളിലേക്ക് നമ്മൾ ഈ ലൈറ്റർ ഇറക്കിയിടണം. അരിച്ച് ടൈറ്റായിട്ട് തന്നെ വേണം ലൈറ്റർ പിടിപ്പിക്കാൻ. എന്നിട്ട് ഇതിനകത്തൂടെ
ഗ്യാസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് അടിക്കുന്ന നമ്മുടെ ഗ്യാസ് പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡെല്ലാം നമുക്ക് ഈ MC വെച്ചിട്ട് ഒട്ടിക്കണം. ഇത് നന്നായിട്ട് MC വെച്ചിട്ട് നമ്മൾ അടച്ചിട്ടുണ്ട്. ഇനിയും ഇതൊന്ന് നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇനിയും നമ്മളിത് ഈ എൻഡ് ക്യാപ്പ് നമ്മളിവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ പോകണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇവിടെ നമ്മളൊരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഈ ഹോളിനകത്തൂടെയാണ് നമ്മൾ സ്പ്രേ അടിച്ചു കൊടുക്കുന്നത്. സ്പ്രേ അടിച്ചതിന് ശേഷം ഇതിനെ ഇങ്ങനെ തിരിച്ച് നമ്മളിവിടെ ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഈ പൈപ്പിൻ്റെ കപ്ലിങ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ പുറത്തിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിനി നമ്മൾ കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെക്കണം. ഉണങ്ങിയതിന് ശേഷമേ നമുക്ക് ഇത് എത്രമാത്രം സക്സസ് ആയെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനിയും കുറച്ച് പഴയ കടലാസ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് ചുരുട്ടി കയറ്റി വെക്കാൻ പോകുന്നു. നമ്മളിതിൻ്റെ മേളിൽ ഇട്ടിരിക്കുന്ന ഹോളിനകത്തേക്ക് ഈ സ്പ്രേ അല്പം അടിക്കുകയാണ്. 2 പ്രാവശ്യം ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഇതിനെ അങ്ങ് അടയ്ക്കണം. അടച്ചതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. ഫ്ലോപ്പായി. അപ്പം ഇവിടെ ഒരു നമ്മുടെ ആദ്യത്തെ ശ്രമം ഫ്ലോപ്പായി പോയി. ഇനിയും രണ്ടാമത് ഞാൻ ഈ സ്പ്രേ മാറ്റിയിട്ട് സാനിറ്റൈസർ, സ്പ്രേ ടൈപ്പ് സാനിറ്റൈസർ ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പോകണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതുപോലെ തന്നെ പത്രം അല്പം എടുത്തിട്ടുണ്ട്. പത്രം ഇങ്ങനെ എടുത്തിട്ട് കണ്ടമാനം ടൈറ്റ് ആവരുത്. ടൈറ്റ് ആകാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ അടച്ചു കൊടുക്കണം. അതിനുശേഷം പഴയ രീതി ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 5 തവണ ഇത് സാനിറ്റൈസർ ഒന്ന് അടിച്ചു കൊടുക്കുക. 1, 2, 3, 4, 5, 6 ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളുടെ ഇവിടുത്തെ ക്ലോസർ വെച്ച് ക്ലോസ് ചെയ്ത് വെക്കുക. ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നോക്കണം. ഗണ്ണ് ഫ്ലോപ്പായിട്ടില്ല. ഏകദേശം ഒരു 80% ആയിട്ടുള്ളൂ. 100% കിട്ടണമെങ്കിൽ കാൽസ്യം കാർബൈഡ് ഇതിനകത്ത് നിറച്ചിട്ട് നമ്മൾ പൊട്ടിക്കണം. അത് ഇച്ചിരി ഡേഞ്ചറാണ്. അത് പറ്റിയല്ല, ഇച്ചിരി രൂക്ഷമായ സംഭവം. അതുകൊണ്ട് ഞാൻ ഈ സാനിറ്റൈസറാണ് യൂസ് ചെയ്ത്. സാനിറ്റൈസറിൻ്റെ ഗ്യാസിലാണിത് ഫ്ലെയിം ആകുന്നത്. എൻ്റെ പ്രയത്നം വിഫലമായിട്ടില്ല, എങ്കിലും ഫ്ലോപ്പാകാതെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.